സർ ഒന്ന് അടുത്തു എല്ലാവരും ഒന്ന് കിട്ടുന്നു. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ വിയോഗത്തിൻ്റെ 9 വർഷം വിഷമവും ദുഃഖവും ഉള്ളിലൊതുക്കി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ബാലേട്ടനെ നേരിട്ട് അറിയുന്ന, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവാർഡ് രേഖപ്പെടുത്തി ഇടതടവില്ലാതെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹവും ആശ്വാസകരവും മറ്റുള്ള പല മേഖലകൾക്കും തീർച്ചയായും അതിൻ്റെ രീതികൾ പിന്തുടർച്ച അവകാശത്തോടുകൂടി അവർ ഏറ്റെടുക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള പ്രവർത്തന മേഖലയും രീതിയുമാണ്. പ്രിയപ്പെട്ട തച്ചങ്ങാടിനെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് അനുചിതമായി. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ, അദ്ദേഹത്തിൻ്റെ സഹകരണ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ, അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയിൽ വന്നു സ്വന്തം സഹപ്രവർത്തകന്മാരോട് ബാലേട്ടനെ കുറിച്ച് സുദീർഘമായ ഒരു സംസാരത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യകതയില്ല. ഒരു പൊതുപ്രവർത്തകൻ ഏറ്റവും കൂടുതൽ അവൻ്റെ മനസ്സിലുണ്ടാവേണ്ട ബാധ്യതയും ഉത്തരവാദിത്ത ബോധവും എന്താണെന്ന് സ്വന്തം കർമ്മപഥത്തിലൂടെ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ എല്ലാം മറന്ന് കാണിച്ചു തരാൻ നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായ പൊതുപ്രവർത്തകനാണ് ശ്രീ തച്ചങ്ങാട് ബാലകൃഷ്ണൻ. ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ അനുസ്മരണമാണ് എന്ന് വരാൻ പറ്റുമോ എന്ന് സാജിദ് ചോദിച്ചപ്പോൾ ആലോചിക്കാമെന്നുള്ളതല്ല പറഞ്ഞത്. ആ തീയതിയിൽ മറ്റു പരിപാടികൾ ഇല്ല എങ്കിൽ അത് ക്രമപ്പെടുത്തി വരും എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ആ തെരഞ്ഞെടുപ്പിലൂടെ ആ പ്രവർത്തകന്, ആ നേതാവിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ആ ദിവസം മാറ്റിവെക്കാനുള്ളതായ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എൻ്റെ മനസ്സിലേക്ക് കടന്നു. കോൺഗ്രസിന് പല സമയത്തും പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട വീഴ്ചകളും പാലിച്ചത് ഇതുപോലെയുള്ള അതിപ്രധാനമായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാർ ബിംബം പോലെയുള്ള ജനങ്ങളെ കോർത്തിണക്കിയ, കുടുംബങ്ങളെ കോർത്തിണക്കിയ, പ്രാദേശിക ബന്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത ഊർജ്ജസ്വലമായിട്ടുള്ള മുഖങ്ങളുണ്ട്. അവർ നമ്മെ വിട്ടുപോകുമ്പോൾ ആ കുടുംബങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തലും ജീവിച്ചിരുന്ന സമയത്ത് അവർ ചെയ്തതായിരിക്കുന്ന സൽപ്രവർത്തനങ്ങളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കലും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ജീവസ്സുറ്റ മുഖമാണ്. ആ ചൈതന്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്
പള്ളിക്കര മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ മേഖലയിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അർബൻ ബാങ്കിന്റെ പ്രസിഡന്റായി സഹകരണ മേഖലയിൽ പല സഹകരണ ബാങ്കുകൾ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അതിന്റെ ചർച്ചകൾ, അതിന് ഔദ്യോഗികമായി അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. കോൺഗ്രസിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയായിട്ടുള്ള ബൂത്ത് കമ്മിറ്റി മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം വരെ ഉയർന്നു വന്നതായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴും വീട്ടിനകത്തുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും വേദനകളും പുറത്തര ആളോട് പോലും സംസാരിക്കാതെ അതെല്ലാം കടിച്ചമർത്തി സംഘടനാ പ്രവർത്തനത്തിൽ പരിപൂർണമായിട്ടുള്ള അർപ്പണബോധം പ്രകടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ഉജ്ജ്വലനായിട്ടുള്ള പ്രതിബദ്ധതയുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ശ്രീ തച്ചങ്ങാട് ബാലകൃഷ്ണൻ. അദ്ദേഹം വിട്ടുപോയി എന്ന് പറയുന്ന ഒരു വാർത്ത വരുമ്പോ അതിന് ഷോക്കുമല്ലാതെ ഞാൻ ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറഞ്ഞു, പല ആളുകളെയും നേരിട്ടറിയാം, ചില ആളുകൾ നല്ല മുഖപരിചയമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ അന്ന് ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ഈ നാട്ടിൽ മുഴുവൻ എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ, UDF-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ അന്ന് ആര് പിടിച്ചങ്ങ് എത്തിയതായ അകലം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. കോട്ടക്കൊത്തളങ്ങൾ മുഴുവൻ വിറപ്പിക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന പ്രവർത്തകന്മാരാണ് നിങ്ങൾ. അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ കോട്ട പൊളിച്ചടുക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരാണ്. ഒരിക്കൽ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ സൂക്ഷിക്കണം എന്ന് അറിയുന്നവരുമാണ് നിങ്ങൾ. അത് നിങ്ങളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ തെളിയിച്ചവരാണ്. നമുക്കിനി രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കണം. ഒന്ന്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രയാണമാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ശ്വാസം അയക്കാനുള്ള സമയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. ഏതെല്ലാം കാര്യത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ടോ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ കാലേക്കുട്ടി കർമ്മനിരതമായി ഏകോപനം നടത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രയാണം അത് വാർഡ് കുടുംബസംഗമങ്ങൾ മുതലുള്ളതായിരിക്കുന്ന പ്രയാണം വളരെ ഗൗരവത്തോടുകൂടി നീക്കണം എന്നുള്ളത് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റോട് സംസാരിച്ചു. സംഗമങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞു. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാകലാണ്. ഈ അടിത്തറ നിങ്ങൾ പ്രത്യേകം ഗൗരവത്തോടുകൂടി നിർവഹിക്കണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം നിങ്ങളുമായി പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ നിങ്ങൾ പരിശോധിക്കണം. ആ 2 ലോക്കൽ ബോഡി സീരീസ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള തരംഗം പോലെയുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടാവും. ബൈ ഇലക്ഷനുകളിലും ഇടതുപക്ഷത്തിനായിരുന്നു മുൻതൂക്കം. പക്ഷെ അവസാനത്തെ 2 ബൈ ഇലക്ഷൻ സീരീസ് UDF-ന് അനുകൂലമായി കേരളത്തിലെ ജനം അതിശക്തമായി നിലകൊള്ളുന്നു. ഈ ഭരണത്തെ താഴെ ഇറക്കാൻ
വലിയതായ ഒരു മൂവ്മെന്റിലേക്ക് കേരളത്തിലെ ജനം പോകുന്നു എന്ന് പ്രകടമായ ഒരു സന്ദർഭമാണ്. ജനം അങ്ങേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഇത്രയധികം ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിച്ചതായ ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. വെള്ളത്തിന്റെ വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, വൈദ്യുതി ചാർജ് ഓരോ വർഷവും കൂട്ടുക, ബസ് ചാർജ് കൂട്ടി, ഓട്ടോ ചാർജ് കൂട്ടി, ടാക്സി ചാർജ് കൂട്ടി, ഭൂമിയുടെ ഭൂനികുതി കൂട്ടി, ഭൂമിയുടെ അടിസ്ഥാന ന്യായ വില ഫെയർ വാല്യൂ കൂട്ടി. ഒരു വ്യവഹാരത്തിന് പാവപ്പെട്ടവൻ കോടതിയിലേക്ക് പോകുമ്പോ അവിടെയുള്ളതായിരിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും അവിടെയുള്ളതായിരിക്കുന്ന അന്യായത്തിന് കൊടുക്കുന്നതായിരിക്കുന്ന മുഴുവൻ ഫീസും വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ സെസ്സുകൾ കൂട്ടി. അവശ്യ സാധന വില നിലവാരം വാണം പോലെ ഉയർന്നു. എന്തിനേറെ പറയുന്നു, പാറമടകളുടെ പാറയ്ക്ക് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന റോയൽറ്റി അടക്കം കൂട്ടി. വില വർദ്ധിപ്പിക്കാൻ കേരളക്കരയിൽ ഒന്നുമില്ല. വിലയില്ലാത്ത ഏക സാധനം ശ്രീ പിണറായി വിജയന്റെ ഭരണകൂടം മാത്രമാണ്. ബാക്കി എല്ലാത്തിനും കേരളത്തിൽ വില കൂട്ടി. ഈ ഗവൺമെന്റ് സാധാരണക്കാരന്റെ ഏതെങ്കിലും ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം കൊടുത്തോ? കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ പോയാൽ, കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പോയാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയാൽ ഒന്ന് ഹൃദ്രോഗികൾക്ക് സ്റ്റെന്റ് ഇടണമെങ്കിൽ, ഒന്ന് കീമോതെറാപ്പിയും അവർക്ക് റേഡിയേഷൻ നടത്തണമെങ്കിൽ, കൈയും കാലും പൊട്ടിയതായിരിക്കുന്ന രോഗികൾക്ക് അവർക്കൊരു സ്റ്റീൽ റോഡ് ഇടണമെങ്കിൽ, ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മുഴുവൻ പുറത്തേക്ക് കുറിച്ചവിടെ നിന്ന് വാങ്ങുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ അത്തരം സാഹചര്യം ഉണ്ടായിട്ടില്ല. 1275 കോടി രൂപയാണ് KMSCL മരുന്ന് വാങ്ങുന്ന സർക്കാരിന്റെ കമ്പനി ടെൻഡർ വിളിച്ചെടുത്തതായിരിക്കുന്ന കരാറുകാർക്ക് കൊടുക്കാനുള്ള തുക. ഇന്ന് മരുന്നിന്റെ ടെൻഡർ വിളിച്ചാൽ ടെൻഡർ എടുക്കാൻ ആളുകളില്ലാത്ത സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. എല്ലാ മേഖലയിലും പോയി. ആകെ പറയുന്നത് ഞങ്ങൾ നാഷണൽ ഹൈവേ അങ്ങ് ഗംഭീരമാക്കി. നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടുണ്ട്, നന്നായി വരികയാണ്. ആ നാഷണൽ ഹൈവേ നന്നാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കേന്ദ്രത്തിന്റെ വീതം, സ്റ്റേറ്റിന്റെ വീതം അത് കാലാകാലമുള്ളതാണ്. അവർ ചോദിക്കും, UDF കാലത്ത് എന്തേ ഇത് വരാതിരുന്നേ? UDF കാലത്ത് അന്ന് ഇന്ത്യ രാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പാസ്സായിട്ടില്ല. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സായപ്പോഴാണ് അതിന് കിട്ടുന്ന ന്യായവില ക്രമാതീതമായി വർദ്ധിച്ചു. സ്വാഭാവികമായി നാഷണൽ ഹൈവേയുടെ ഓരത്തിരുന്ന ആളുകൾ മുഴുവൻ ഇതിൽ പണമയിൽ ഭൂമി കൊടുക്കാൻ തയ്യാറായി. സ്വാഭാവികമായി ഭൂമി മുഴുവൻ വിട്ടുകിട്ടിയപ്പോ സൗകര്യപ്രദമായി വികസനം നടന്നു. കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട്, കേരളത്തിന്റെ ഫണ്ടുണ്ട്, ജനങ്ങളുടെ സമ്മതമുണ്ട്. പക്ഷെ ബാക്കി ഏതെങ്കിലും തലങ്ങളിൽ എല്ലായിടത്തും രാജ്യത്ത് മുഴുവൻ വികസനം നടക്കുമ്പോ, എല്ലാ സ്റ്റേറ്റുകളിലും അതാത് മേഖലയിൽ വികസനം നടക്കുമ്പോ, കേരളക്കരയിൽ കാതലായ ഏതെങ്കിലും മേഖലയിൽ വികസന പദ്ധതികൾ ഏതെങ്കിലും തലത്തിൽ നടന്നോ? വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ സംഭാവന, കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിയുടെ സംഭാവന, കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ സംഭാവന, സ്മാർട്ട് സിറ്റി അടക്കമുള്ളതായിരിക്കുന്ന പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ സംഭാവന, ഈ കേരളക്കരയിലുള്ളതായ പുതിയ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ഗവൺമെന്റ് സംഭാവനയല്ലാതെ വേറെ ഏതെങ്കിലും പുതിയതായിട്ടുള്ള പദ്ധതികളെ ആവിഷ്കരിക്കാൻ ഇവർക്ക് സാധിച്ചോ? ഏതെങ്കിലും പുതിയ സമീപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് സാധിച്ചോ? ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 9 കൊല്ലക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തെ ഒരു ലഹരിയുടെ താവളമാക്കി മാറ്റാൻ ഈ ഭരണകൂടം നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്.
എന്റെ മകൻ എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറയുന്നതായ വർത്തമാനമുണ്ട്. അവന് കുഴപ്പം വരരുതേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഓരോ സ്കൂളുകളിൽ, കോളേജുകളിൽ, സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യൻ കുട്ടി ബന്ധപ്പെടുന്നതായിരിക്കുന്ന മാർക്കറ്റുകളാകട്ടെ, ബസ് സ്റ്റോപ്പുകളാകട്ടെ, അവർ പോകുന്നതായിരിക്കുന്ന വഴികളാകട്ടെ, ബസ്സുകളാകട്ടെ, ഏതാകട്ടെ, അവിടെ മുഴുവൻ ലഹരിയുടെ നീറാളി പിടുത്തത്തിലേക്ക് കേരളം പോയി. ആരാ ഇതിന്റെ ഉത്തരവാദിത്വം? കോഴിക്കോട് CPIM അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ആരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ലഹരി യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടയാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ലഹരിയുടെ നീരാളി പിടുത്തത്തിലേക്കുള്ള കണ്ണികളെ മുഴുവൻ, ഓരോ കണ്ണികളും അറുത്തെടുത്ത് അതിന്റെ നെക്സസ് മുഴുവൻ തകർത്ത് അതിന്റെ റൂട്ടിനെ പിടിച്ചെടുത്ത് കേരളത്തെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഭരണാധികാരിയാണ് ഞാനെന്ന് പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. ലഹരിയുടെ നീരാളി പിടുത്തത്തിലാണ് നമ്മൾ. ലഹരി ഒരു യാഥാർത്ഥ്യമാണ്. ലഹരി മാത്രമല്ല, കുട്ടികളുടെ വയലൻസ് ക്രമാതീതമായി വർദ്ധിച്ചു. ചെറുപ്പക്കാരുടെ വയലൻസ്. മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ, അവരൊന്ന് പുറത്തേക്ക് കളിക്കാൻ പോയാൽ, അല്ലെങ്കിൽ അവർ സ്കൂളിലേക്ക് പോയാൽ, ബാത്റൂം മുതൽ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ മുതൽ അവരുടെ മുഴുവൻ സാധന സാമഗ്രികളും വീട്ടിൽ അമ്മമാർ, അച്ഛന്മാർ പരതുകയാണ്. വല്ല അപകടവും തങ്ങളുടെ മക്കൾക്ക് വന്നോ? ഞാൻ ചോദിക്കുന്നു, എന്ത് കേരളം ഇങ്ങനെ നിറാളിപ്പിടുത്തത്തിലേക്ക് വന്നേ? 2022 ഞങ്ങൾ കേരളത്തിന്റെ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട വിഷ്ണുനാഥാണ്. സർ ഒന്ന് അടുത്തു എല്ലാവരും ഒന്ന് കിട്ടുന്നു. ഞങ്ങളുടെ പ്രവാസി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും പ്രിയപ്പെട്ട നേതാവായ ദാമോദരൻ പുല്ലൂർ അവர்கள், മറ്റെല്ലാം മഹേഷ് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ, മണി, നമ്മുടെ മണിയത്തങ്ങാട് ഇൻകാസ് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ വി ബാലൻ, പ്രവാസി കോൺഗ്രസിന്റെ ഉദുമ മണ്ഡലം പ്രസിഡന്റ് അമ്പാടി, KV ശ്രീധരൻ, ഉദുമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീധരൻ അടക്കമുള്ള എല്ലാവരെയും പറയാൻ നിൽക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏകദേശം ആൾക്കാരെ നേരിട്ട് പേര് അറിയാവുന്ന വ്യക്തിത്വം എന്ന നിലയിൽ എല്ലാവരെയും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് ഏറെ സന്തോഷം, അതുപോലെ തന്നെ വളരെയേറെ അഭിമാനം, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഏറ്റവും ബഹുമാനീയനും പ്രിയപ്പെട്ടവരുമായ ശ്രീ നമ്മളെല്ലാം ആദരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ പേരുള്ള ഒരു ആദരവ്, അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി കിട്ടുന്ന ഒരു ആദരവ് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങളോട് അതിനെ എന്നെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും അതിന്റെ കടപ്പാടും നന്ദിയും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. തച്ചങ്ങാട് ബാലകൃഷ്ണൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഭവൻ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് UAE-യിലേക്ക് എത്തുന്നത്. ആ സമയത്ത് UAE-യിലേക്ക് എത്തുമ്പോൾ ഞാനും ഈ പ്രദേശത്ത് തന്നെയുള്ള ശ്രീ തച്ചങ്ങാട് ബാലകൃഷ്ണൻ അവരുകളടക്കം
ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും കുറച്ച് ദിവസങ്ങളെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളൊക്കെ കൂടെ നടന്ന് പല ആൾക്കാരെയും കാണുകയും ബന്ധപ്പെടുകയും ഒക്കെ ഉണ്ടായപ്പോഴുള്ള അന്നാണ് ഞങ്ങൾ അത്രയും ആ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം അന്ന് അവിടെ വരികയും അദ്ദേഹത്തെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോഴൊക്കെ എന്നും വിളിക്കാറും നേരിട്ട് കാണാറും ഉള്ള ഒരു ചടങ്ങായി നമ്മൾ മാറ്റിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഇവിടെ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ സിദ്ദീഖും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തെ പോലെയുള്ള സഹകരണ മേഖലയിലും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവിന്റെ പേരിലുള്ള ഈ ബഹുമതി ഞാൻ എന്നും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും സൂക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മൾക്ക് അധികാരമില്ലാത്ത ഒരു കോൺഗ്രസ് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഈ 10 വർഷം കൊണ്ടല്ല ഇന്ത്യ ഉണ്ടായത് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവരും അറിയേണ്ടതാണ്. ആ 10 വർഷത്തിന് മുമ്പേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യയെ ലോകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കാര്യം ഇന്ന് ഭരിക്കുന്ന വർഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൈയുയർത്തി ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നാളെ നടക്കുന്ന വ്യാപക സമരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സമരത്തിലൊക്കെ നിങ്ങളെല്ലാവരും അണിനിരന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും ഒരുപാട് എന്നെ പുകഴ്ത്തി ഇവിടെ ഒരുപാട് നേതാക്കന്മാർ പറയുകയുണ്ടായി. പക്ഷെ അതിനൊന്നും ഞാൻ അർഹനല്ല. ഞാൻ നിങ്ങളിൽ ഓരോരുത്തരാണ്. നിങ്ങളെ കൂടെ നിന്നും പ്രവർത്തിക്കും. അത് മാത്രമാണ് എൻ്റെ പ്രവർത്തനം. നിങ്ങൾക്ക് എല്ലാവരും ഏത് മേഖലയിൽ പോയാലും ഞാൻ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ഏത് മേഖല കാസർഗോഡ് ജില്ലയുടെ ഏത് മേഖലയിൽ പോയാലും 2 പേര് എന്നെ അറിയുന്നവരുണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടും നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും ബഹുമാനത്തിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു തുക നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് എനിക്കറിയില്ല കണക്കാവല്ല എന്താണുള്ളത്. അത് ഞാൻ എന്നെ ഏൽപ്പിച്ച സുകുമാരൻ കുറ്റക്കാരന് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ആ തുക ഏൽപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇന്ന് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിനും സഹോദര്യത്തിനും എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് മാത്രം കണ്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇനിയും സ്നേഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൗഢമായ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പച്ചങ്ങാട് വാലാട്ടിന്റെ പേരിലുള്ള 4ാമത്തെ പുരസ്കാരം പ്രിയപ്പെട്ട കലീജ് നാരായണന് നൽകുകയാണ്. സ്നേഹപൂർവ്വം അവാർഡ് തീർക്കുന്നതിന് മുമ്പായി അതിന്റെ മംഗളപത്രം ഇവിടെ വായിക്കാൻ വേണ്ടി സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ മഹേഷ് പച്ചങ്ങാടിനെ ക്ഷണിച്ചു കൊടുത്തു. മനസ്സുള്ള ഒരു മനുഷ്യനെ അഭിമാനത്തോടെ ഈ മംഗളപത്രം സമർപ്പിക്കുന്നു. എത്ര ഉന്നതിയിലായാലും വീട് കൊടുക്കുന്നവരും തൻ്റെ സഹജീവിയാണെന്നും അവർക്ക് താങ്ങാകേണ്ടത് തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും വിശ്വസിക്കുന്ന ഒരു പച്ച മനുഷ്യൻ, അതാണ് വി നാരായണൻ നായർ എന്ന കലീജ് നാരായണൻ. മണലാരണ്യത്തിൽ എരിഞ്ഞടങ്ങിയ പലരുടെയും അവസാന യാത്രയ്ക്ക് പോലും ഈ മനുഷ്യന്റെ സഹായം ഉണ്ടാകുന്നുണ്ട്. വിദേശത്തും നാട്ടിലുമായി പല സംഘടനകളുടെ നേതൃസ്ഥാനം വഹിക്കുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UAE പ്രവർത്തിക്കുന്ന ഇക്കാസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്, ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിൽ ദീർഘകാലമായി കലീജ് നാരായണൻ പ്രവർത്തിച്ചു വരുന്നു. നിവ കാസർഗോഡിന്റെ ചെയർമാനും ഇദ്ദേഹമാണ്.
ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാവരുടെയും ആദ്യം വിളിക്കുന്നത് ഇദ്ദേഹത്തെ ആയിരിക്കും. നിരവധി മൃതദേഹങ്ങൾ ഈ കാരുണ്യവാന്റെ പ്രയത്നത്തിൽ നാട്ടിലെത്തിയിട്ടുണ്ട്. പ്രവാസ ലോകത്തും നാട്ടിലും നിറഞ്ഞു നിൽക്കുന്ന സൗമ്യനായ ആ നാരായണൻ നായരെ 2025 തച്ചങ്ങാട് ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ 2 തവണ ആലോചിച്ചിട്ടില്ല. പ്രമുഖ സഹകാരിയും നിസ്വാർത്ഥ പൊതുപ്രവർത്തകനുമായിരുന്ന തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ മരണമില്ലാത്ത ഓർമ്മകൾ തുടിക്കുന്ന 4ാമത് പുരസ്കാരം ഖലീജ് നാരായണൻ കൈമാറുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് ഓരോ കോൺഗ്രസ്കാരനും അഭിമാനിക്കാം. സൗമ്യതയുടെ